നമസ്കാരം. ജെ ജെ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കഥ പറയാം. ഈ കഥയുടെ ക്ലൈമാക്സ് ആരും മിസ് ചെയ്യരുത്. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ഒരിക്കൽ ഒരു മീൻപിടുത്തക്കാരൻ കടലിന്റെ തീരത്തുള്ള ഒരു മരത്തിന്റെ അടിയിലിരുന്ന് ബീഡി വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി വളരെ പണക്കാരനായ ഒരു ബിസിനസ്മാൻ കടന്നുപോയി. അയാൾ തിരിച്ച് ആ മീൻപിടുത്തക്കാരന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, താൻ എന്തിനാടോ യാതൊരു പണിയും ചെയ്യാതെ ചുമ്മാ ഈ മരത്തിന്റെ അടിയിലിരുന്ന് ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആ മീൻപിടുത്തക്കാരൻ പറഞ്ഞു, ഞാൻ ഇന്നത്തേക്കുള്ള മീനൊക്കെ പിടിച്ചു കഴിഞ്ഞു, എനിക്കത് ധാരാളം മതി. ഇത് കേട്ടപ്പോൾ ആ ബിസിനസ്മാന് ഭയങ്കര ദേഷ്യമായി. അയാൾ പറഞ്ഞു, എടോ, തനിക്കെന്നാൽ വെറുതെ ഇരുന്ന് സമയം വേസ്റ്റ് ചെയ്യാതെ കുറച്ചുകൂടെ മീനിനെ പിടിച്ചുകൂടെ? അപ്പോൾ ആ മീൻപിടുത്തക്കാരൻ ചോദിച്ചു, കുറെ കൂടെ മീനിനെ പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തനിക്ക് കൂടുതൽ മീനിനെ പിടിച്ചാൽ അത് വിറ്റ് കൂടുതൽ പണം ഉണ്ടാക്കിക്കൂടെ? കൂടാതെ ഒരു വലിയ ബോട്ട് കൂടെ തനിക്ക് മേടിച്ചുകൂടെ? അപ്പോൾ ആ മീൻപിടുത്തക്കാരൻ ചോദിച്ചു, എന്നിട്ട് ഞാൻ എന്തു ചെയ്യാനാ? അപ്പോൾ ആ ബിസിനസ്മാൻ പറഞ്ഞു, തനിക്ക് ആ വലിയ ബോട്ട് ഉപയോഗിച്ച് കടലിന്റെ ആഴങ്ങളിലേക്ക് പോയി കൂടുതൽ മീനുകളെ പിടിക്കാൻ സാധിക്കുമല്ലോ. അങ്ങനെ കുറെ പൈസ തനിക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ആ മീൻപിടുത്തക്കാരൻ ചോദിച്ചു, എന്നിട്ട് ഞാൻ എന്തു ചെയ്യാനാ? അപ്പോൾ ആ ബിസിനസ്മാൻ പറഞ്ഞു, തനിക്കപ്പോൾ കൂടുതൽ ബോട്ടുകൾ മേടിക്കാം, എന്നിട്ട് കുറെ ജോലിക്കാരെ വെച്ച് കൂടുതൽ പണം ഉണ്ടാക്കാം. മീൻപിടുത്തക്കാരൻ വീണ്ടും ചോദിച്ചു, എന്നിട്ട് ഞാൻ എന്തു ചെയ്യാനാ? ബിസിനസ്മാൻ പറഞ്ഞു, എടോ, എന്നാൽ തനിക്ക് എന്നെ പോലെയുള്ള വളരെ പണക്കാരനായ ഒരു ബിസിനസ്മാൻ ആകാൻ കഴിയും. മീൻപിടുത്തക്കാരൻ വീണ്ടും ചോദിച്ചു, എന്നിട്ട് ഞാൻ എന്തു ചെയ്യാനാ? ഉടനെ ആ ബിസിനസ്മാൻ പറഞ്ഞു, എടോ, തനിക്ക് എന്നിട്ട് സമാധാനമായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മീൻപിടുത്തക്കാരൻ പറഞ്ഞു, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുവാണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? കഥ ഇത്രയേ ഉള്ളൂ. ഒരുപക്ഷെ നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാകും. അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് നന്നായിട്ട് കഷ്ടപ്പെടുകയും വേണം. കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും വേണം. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പണവും പദവിയും ഒക്കെ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ സ്വന്തം ജീവിതം ജീവിക്കാൻ മറന്നു പോകരുത്. അത് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാകരുത്. നിങ്ങൾക്ക് ശരിക്കും എന്ത് ചെയ്യുമ്പോഴാണോ സന്തോഷമുണ്ടാകുന്നത് അത് ചെയ്യാം. ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യാം. അതല്ല, ഫ്രണ്ട്സിനൊപ്പം യാത്ര ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അതും ചെയ്യാം. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അതും ചെയ്യാം. എന്തു ചെയ്താലും ബി ഹാപ്പി, എൻജോയ് യുവർ ലൈഫ് ഇൻ യുവർ ഓൺ വേ. അത് മാത്രമേ ഈ കഥയിലൂടെ ഉദ്ദേശിക്കുന്നു. നന്ദി. വീണ്ടും കാണാം.